ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 19 ഞായർ, ഓഗസ്റ്റ് മാസം 11, 2024 ഓഗസ്റ്റ് 11. ഒന്നാമത്തെ വായന രാജാക്കന്മാരുടെ 1 ഗ്രന്ഥത്തിലെ 19 അധ്യായം 4 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഏലിയ അവിടെ നിന്ന് തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു ചൂരൽ ചെടിയുടെ തണലിലിരുന്നു. അവൻ മരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് മതിയായി, യാഹ്വേ, നീ ഇത്രയും മതി യാഹ്വേ, എൻ്റെ പ്രാണനെടുത്താലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. അങ്ങനെ അവൻ ആ ചൂരൽ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിപ്പോയി. ഇതൊരു മാലാഖ അവനെ തട്ടി ഉണർത്തി അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ ഉണർന്നു. അവൻ ചുറ്റും നോക്കിയപ്പോൾ അത് അവൻ്റെ തലയ്ക്കൽ കനലിന്മേൽ ചുട്ടെടുത്ത അപ്പവും ഒരു ഭരണി വെള്ളവും ഇരിക്കുന്നു. അവനത് കഴിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യാഹ്വേയുടെ മാലാഖ വീണ്ടും 2 പ്രാവശ്യവും വന്ന് അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ആ ആഹാരത്തിന് ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് ദൈവത്തിന് പർവ്വതമായ ഹൊറേബിലെത്തി. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബെൽ രാജ്ഞി വിജാതി സ്ത്രീയായിരുന്നു. അവര് യഹൂദ നാട്ടില് സാംസ്കാരിക അധിനിവേശം നടത്തുകയാണ്. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ, ഗ്ലോബലൈസേഷൻ ഓഫ് എ കൾച്ചർ, അതിനെതിരെ ഏലിയ പ്രവാചകൻ പടവെട്ടുകയാണ്. ബാലിൻ്റെ പ്രവാചകന്മാരെ കാർമൽ മലയിൽ വെച്ച് വെല്ലുവിളിച്ച്, അതാണ് ഇതിന് മുമ്പത്തെ രംഗം 18 അധ്യായത്തിൽ. ഇത് 19 അധ്യായത്തിലാണ് നമ്മൾ വായിച്ചത്. ഏത് മതമായാലും കുഴപ്പമില്ല, ഏത് സംസ്കാരമായാലും പ്രശ്നമില്ല എന്ന നിലപാടിനെ പ്രവാചകൻ ചോദ്യം ചെയ്യാണ്. സത്യദൈവത്തിലുള്ള വിശ്വാസത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഇസബെൽ രാജ്ഞിയുടെ മോഹത്തിന് തടയിട്ടേ പറ്റൂ. അതിനെന്താണ് മാർഗം? കർമ്മൽ മലയിൽ വെച്ചിട്ട് വലിയ തീഷ്ണതയുടെ കാര്യമൊക്കെ ചെയ്തെങ്കിലും രാജ്ഞി ഇപ്പോൾ കൊല്ലാനോ അന്വേഷിക്കുകയാണ് ഏലിയ പ്രവാചകനെ. അപ്പോൾ ഏലിയ പ്രവാചകൻ വിചാരിച്ചു, മോശെ ഏകസത്യ ദൈവത്തെ സന്ധിച്ച മലയിലേക്ക് യാത്ര ചെയ്ത് ദൈവത്തിന് മുമ്പിൽ പരാതി ബോധിപ്പിക്കുക. അതിന് പ്രത്യുപകാരമായിട്ട് ഏലിയയ്ക്ക് ദൈവം വെളിപാട് നൽകുകയും പുതിയൊരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവം. ഈ തൻ്റെ ഭാര്യയായ ഇസബെലിനെ പേടിച്ചിട്ട് ആഹാബ് രാജാവ് ബാൽദേവനെ, വിഗ്രഹത്തെ ഉപേക്ഷിക്കുന്നില്ല. കാരണം ഭാര്യയെ പേടിയാണ് രാജാവിന്. അതുകൊണ്ട് തന്നെ ഈ ആഹാബ് രാജാവിന് കീഴിൽ ഏലിയാക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയില്ല. ഇസബെൽ രാജ്ഞിയാണെങ്കിൽ കോപം കൊണ്ട് ജ്വലിച്ചിരിക്കുകയാണ് ഏലിയായെ കൊല്ലാൻ വേണ്ടി. ജനം സംരക്ഷണം കൊടുക്കുമോ? സാധ്യതയില്ല. കാരണം തരത്തിന് തരം അഭിപ്രായം മാറുന്നവരാണ് ജനം. നമ്പാൻ കൊള്ളില്ല. എവിടെയാണോ നേട്ടം അവിടേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. വിശ്വാസം പ്രശ്നമാകില്ല. വിശ്വാസം എല്ലാവർക്കും പ്രധാനപ്പെട്ടത് നിലനിൽപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തെ നമ്പാൻ അത്ര എളുപ്പമല്ല. കാരണം അവരെ എപ്പോൾ വേണമെങ്കിലും ഒറ്റിക്കൊടുക്കാം. അതുകൊണ്ട് ഈ ജീവൻ രക്ഷിക്കാൻ ഒളിച്ചോടുന്ന ഏലിയ, പക്ഷേ വെറും ജീവൻ രക്ഷിക്കൽ മാത്രമല്ല ഉദ്ദേശം, ദൈവത്തെ കണ്ടെന്ന് കാര്യം ബോധിപ്പിക്കണം. അതിനുള്ള യാത്രയാണ്. പക്ഷെ ആ യാത്ര, ഈ ഒളിച്ചോട്ടം വാസ്തവത്തിൽ തീർത്ഥയാത്രയിൽ രൂപാന്തരപ്പെടുകയാണ്. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട യാത്ര, ദൈവത്തിൻ്റെ മാലാഖിയാൽ സംരക്ഷിക്കപ്പെട്ട യാത്ര. ആ യാത്രയ്ക്ക് പുതിയ നിയമത്തിലെ ഇന്നത്തെ പുതിയ നിയമ വായനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് സഭ ഇന്ന് ഈ പഴയ നിയമ വായന, പുതിയ നിയമ വായന, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി ഈ കാര്യത്തിൽ, ഈ സംഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ വായന തന്നിരിക്കുന്നത്. ഞാൻ ആ സംഗതി മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം എന്ന പ്രതീകത്തിലൂടെയാണ് ഈ ഏലിയ പ്രവാചകന്റെ ഈ സംഭവത്തിൽ അപ്പം എന്നൊരു ഒരു പ്രതീകത്തിലൂടെ മരണവും ഉത്ഥാനവും എന്ന ചിന്ത ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പം എന്ന പ്രതീകത്തിലൂടെ മരണവും ഉത്ഥാനവും. ഏലിയ പ്രവാചകൻ ഉറങ്ങുന്നു, മരണത്തിന്റെ പ്രതീകം. ദൈവദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തുന്നു. എന്നിട്ട് പറയാം, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ എഴുന്നേറ്റ് ഉണരുന്നു. ഉത്ഥാനത്തിന്റെ പ്രതീകമാണ്. ഭക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതോ
കനലിൽ വെച്ചിരിക്കുന്ന അപ്പം. തിബേരിയസ് കടൽ തീരത്തെ കർത്താവ്, ഉത്തമനായ കർത്താവ് കനലിൽ ഇല്ലേ ഒരു തീ കൂട്ടിയിരിക്കുന്നു, അതിന് മുകളിൽ അപ്പം വെച്ചിരിക്കുന്നു. സ്വർഗത്തിൽ കൊണ്ടുവന്ന അപ്പമാണെന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു. ഇവിടെ മാലാഖ അപ്പം കൊണ്ടുവന്നിരിക്കുകയാണ്. മാലാഖയാണ് അപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. കനലിൽ അപ്പം വെച്ചിരിക്കുകയാണ്. ഒരു ഭരണി വെള്ളമുണ്ട്. മാലാഖയാണ് കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് അത് സ്വർഗത്തിൽ നിന്ന് അപ്പമാണ്. എന്നിട്ട് പിന്നെ ഹൊരേബ് മലയിൽ, സീനാമലയുടെ മറ്റൊരു പേരാണ് ഹൊരേബ് മല, അവിടെ ദൈവമായുള്ള കൂടിക്കാഴ്ച. നിശബ്ദതയിലെ മൃദുസ്വരത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അത് ദൈവത്തിന്റെ വചനമാണ്. പിന്നെ ഏലിയ അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നുണ്ട്. അത് സ്വർഗാരോഹണത്തിന്റെ മുന്നാസ്വാദനമാണ്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ഭക്ഷിക്കേണ്ടത് സ്വർഗലോകത്തു നിന്ന് വരുന്ന നൽകപ്പെടുന്ന അപ്പമാണെന്ന് പഠിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയും തന്നെ നമുക്ക് അപ്പവും പാനീയവുമായി സ്വന്തം ശരീരങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഈ ഏലിയാക്ക് കൊടുത്ത ദർശനം ശരിക്കും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചു. ഇതാണ് യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. ജീവന്റെ അപ്പം, ശരിക്കും ജീവൻ നൽകുന്ന അപ്പം യേശുവാണ്. അവനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ടാണ് ഇല്ലേ എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് അടുത്തേക്ക് ചെല്ലുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ അവനെ സമീപിക്കുക. വചനമാണ് ജീവന്റെ അപ്പത്തിന് ഒന്നാമത്തെ അർത്ഥം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നത് ഒന്നാമത്തെ സംഗതി ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വചനം കേൾക്കണം, സ്വീകരിക്കണം. 2, ജീവന്റെ അപ്പം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ്. അവിടെ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷിക്കുക, പാനം ചെയ്യുക, ഭക്ഷിക്കുക, പാനം ചെയ്യുക. അത് ആലങ്കാരിക അർത്ഥത്തിലല്ല, ശരിക്കുള്ള അർത്ഥത്തിലാണ്. ആലങ്കാരിക അർത്ഥത്തിൽ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു പറിക്കുക എന്നാണ്, പരിഹസിക്കുക എന്നാണ് അർത്ഥം. മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ ആലങ്കാരിക അർത്ഥത്തിൽ പരിഹസിക്കുക. നീ ഇപ്പം എന്നെ പിച്ചി ചിന്തി തിന്നുമല്ലോ എന്ന് ചോദിക്കില്ലേ, പരിഹസിച്ച്. ആ അർത്ഥമാണ് ആലങ്കാരിക അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ശരിക്കുള്ള അർത്ഥത്തിൽ ഒന്നാകുക എന്നാണ് അർത്ഥം. അതായത് ശരിക്കും യേശുവുമായിട്ട് ഒന്നാകണം, അവന് ജീവനുമായിട്ട് ഒന്നാകണം. അപ്പം നമുക്ക് ഈ ഏലിയായ്ക്ക് കൊടുക്കുന്ന അപ്പം എന്ന പ്രതീകം, ഉറങ്ങുന്നു മരണത്തിൻ്റെ പ്രതീകം, എഴുന്നേൽപ്പിക്കുന്നു ഉത്ഥാനത്തിൻ്റെ പ്രതീകം, മാലാഖ അപ്പം കൊണ്ടുവരുന്നു കുർബാനയുടെ പ്രതീകം. അത് കഴിഞ്ഞിട്ട് ദൈവവുമായുള്ള കൂടിക്കാഴ്ച, മൃദസ്വരത്തിൽ ദൈവം സംസാരിക്കുന്നു, വചനവുമായുള്ള വചനം കേൾക്കുന്നു, പിന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ ഏലിയ പ്രവാചകന്റെ ഈ സംഭവത്തിൽ കുർബാനയുടെയും അതുപോലെ തന്നെ മരണത്തിൻ്റെയും, യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും, കുർബാനയുടെ പിന്നെ സ്വർഗാരോഹണത്തിൻ്റെയും പ്രതീകങ്ങൾ വെക്കുകയും ഇതിനെല്ലാം പ്രാപ്തമാക്കുന്ന എന്താണ്? അപ്പം ആണ്. അന്ന് നീ ഭക്ഷിക്ക്, വെള്ളം കുടിക്ക്, പിന്നെയും ഭക്ഷിക്ക്. യാത്ര ദൂരമുള്ളതാണ്. അപ്പോൾ ദൈവമായുള്ള കൂടിക്കാഴ്ചയുള്ള ഒരു തീർത്ഥയാത്രയാണ്. മാലാഖയുടെ അകമ്പടിയുണ്ട്. മാലാഖയുടെ അകമ്പടി മാത്രം പോരാ, അപ്പം ഭക്ഷിക്കണം, വെള്ളം കുടിക്കണം, പിന്നെ വചനം കേൾക്കണം, ദൈവമായുള്ള കൂടിക്കാഴ്ച വേണം. അങ്ങനെ ഇല്ലേ ഈ മരണവും ഉത്ഥാനവും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അഗ്നിരഥത്തിൽ എടുക്കപ്പെടാൻ ഈ തീർത്ഥയാത്ര ആവശ്യമുണ്ട്. ആ തീർത്ഥയാത്ര ഏലിയക്കുണ്ടായ തീർത്ഥയാത്ര യാഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് പുതിയ നിയമത്തിൽ. അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഏലിയ പ്രവാചകനേക്കാൾ ഭാഗ്യമുണ്ട് നമുക്ക്. അതിനാൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളും, കുർബാന എന്ന അപ്പം, മരണവും ഉത്ഥാനത്തും കഴിഞ്ഞുള്ള ആ പുതിയ ജനസുള്ള ജീവൻ നൽകുന്ന അപ്പം, അത് നമ്മൾ സ്വീകരിക്കണം. അതിലൂടെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടും. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മൾ കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് അഗ്നിരഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അകമ്പടിയോടെ, മാലാഖമാരുടെ അകമ്പടിയോടെ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇപ്പോഴേ എടുക്കപ്പെടുകയാണ് മാമോദീസയും സ്ഥൈര്യലേപനവും കുർബാനയും സ്വീകരിക്കുമ്പോൾ. കാരണം ഉത്ഥിതനായ കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലാണ് നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത്. അങ്ങനെയാണ് അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നമ്മൾ അവൻ്റെ ശാഖകളുമാകുന്നത്. ആ ശാഖയിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക. വെട്ടി മാറ്റപ്പെട്ട കുറേ ശാഖകളുണ്ട്, അവരെല്ലാം തിരിച്ചു വരട്ടെ. പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ബോണഗൻ ക്രിസ്ത്യൻസും മെമ്പർ ഇമ്മാനുവേലും അവരൊക്കെ ഈ വെട്ടിമാറ്റപ്പെട്ട ശാഖകളാണ്. അവർ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആ വെട്ടിമാറ്റപ്പെട്ടവരൊക്കെ വീണ്ടും കർത്താവിലേക്ക് വന്ന്
മാലാഖമാർ കൊണ്ടുവന്ന് തരുന്ന ഈ സ്വർഗീയ അപ്പം സ്വീകരിച്ച് മരണവും ഉത്ഥാനവും സ്വർഗത്തിലേക്കുള്ള അഗ്നിരഥത്തിലുള്ള ആ എടുക്കപ്പെടലും ഇപ്പോഴേ അനുഭവിക്കാൻ അവർക്ക് കഴിയട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇതിൽ തീക്ഷ്ണതയോടെ പങ്കെടുക്കാം. പോരാ, ഈ തീക്ഷ്ണത മറ്റുള്ളവർ പങ്കുവെക്കാം, മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം.